ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ എച്ച് പാരാമീറ്റേഴ്സ്. ഓക്കെ, എച്ച് പാരാമീറ്റേഴ്സ് ഓർ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ ട്രാൻസിസ്റ്റർ സർക്യൂട്ട്സിലാണ് ഈ ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് പാരാമീറ്റേഴ്സ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ദിസ് വോൾട്ടേജ് ഓഫ് വൺ പോർട്ട് ആൻഡ് കറണ്ട് ഓഫ് ദ അതർ പോർട്ട് ആർ ടേക്കൺ ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം കൺസിഡർ ചെയ്യാൻ പോകുന്ന ടു പോർട്ട് നെറ്റ്വർക്ക്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെയാണ് പോർട്ട്സ് 1 ഉണ്ട്, 2 ഉണ്ട്. അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I1 and I2, then across voltage V1 and V2. Okay, here voltage at port 1 and current at port 2 ഇത് രണ്ടുമാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. സോ ദ ഇക്വേഷൻ ഈസ് V1 ഈക്വൽ ടു H11 I1 പ്ലസ് H12 V2, then I2 ഈക്വൽ ടു H21 I1 plus H22 V2, I2 equal to H21 I1 plus H22 V2. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 1 and 2 നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ മെട്രിക്സ് ഫോം നമ്മൾ എഴുതുകയാണ്. നമ്മൾ നേരത്തെ പണ്ട് എഴുതിയതുപോലെ തന്നെയാണ് നമ്മുടെ മെട്രിക്സ് ഫോമിൽ V1 and I1 ഈക്വൽ ടു H മെട്രിക്സ് H11, H12, H21 and H22, then മൾട്ടിപ്ലിക്കേഷൻ മെട്രിക്സ് I1 and V2. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നമ്മൾ നോർമലി എല്ലാ പാരാമീറ്റേഴ്സും ചെയ്ത പോലെ തന്നെയാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ പോർട്ട് 2 ഈസ് ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ പോർട്ട് 2 നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ആ പോർട്ടിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഇഫക്റ്റീവ്ലി 0 ആയി പോകും. സോ ഹിയർ വോൾട്ടേജ് V2 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന കണ്ടീഷൻസ് നമുക്ക് V2 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 0 ആവുകയാണ്. ഔട്ട്പുട്ട് അല്ല, ആ പോർട്ട് 2 എന്ന് പറഞ്ഞാൽ പോർട്ട് 0 ആവുകയാണ്, ഷോർട്ട് ആവുകയാണ്. സോ നമുക്കുള്ള ഇക്വേഷൻ V2 ഈക്വൽ ടു 0 കിട്ടി. അത് നമ്മൾ ഇക്വേഷൻ 1 and 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് H11 ഈക്വൽ ടു V1 ബൈ I1 അറ്റ് ദ കണ്ടീഷൻ V2 ഈക്വൽ ടു 0. അപ്പോൾ H11 എന്നെ പറയുന്നതാണ് ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇമ്പിഡൻസ്, അല്ലെങ്കിൽ നമുക്ക് 1 ബൈ Y11 എന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് H21 ഇക്വേഷൻ നമ്പർ 2 നിന്ന് H21 ഈക്വൽ ടു I2 ബൈ I1 അറ്റ് ദ കണ്ടീഷൻ V2 ഈക്വൽ ടു 0, വിച്ച് ഈസ് ഷോർട്ട് സർക്യൂട്ട് ഫോർവേഡ് കറണ്ട് ഗെയിൻ. ഓക്കെ, ദാറ്റ് ഈസ് Y21 ഡിവൈഡ് ബൈ Y11. അപ്പോൾ ഈ വാല്യൂസ് വൈയുടെ വാല്യൂസ് എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സപ്പോസ് H2 Y പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ Y2 H പാരാമീറ്റേഴ്സ് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് കൺവേർഷന് വേണ്ടിയാണ് അതും കൂടെ നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ നമുക്ക് പോർട്ട് 1 അതിനെ നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. പോർട്ട് 1 ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് I1 ഈക്വൽ ടു 0. ഒരു പോർട്ട് ഓപ്പൺ ആക്കിയാൽ അവിടുത്തെ കറണ്ട് 0, ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ അവിടുത്തെ വോൾട്ടേജ് 0. സോ I1 ഈക്വൽ ടു 0. ആ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് H12 ഈക്വൽ ടു V1 ബൈ V2 അറ്റ് ദ കണ്ടീഷൻ I1 ഈക്വൽ ടു 0, വിച്ച് ഈസ് ഓപ്പൺ സർക്യൂട്ട് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ. അപ്പോൾ അതിന് ഇസഡിൻ്റെ പാരാമീറ്റേഴ്സ് നമ്മൾ എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? Z12 ഡിവൈഡ് ബൈ Z22 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇക്വേഷൻ നമ്പർ 2 I1 ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ H22 ഈക്വൽ ടു I2 ബൈ V2 അറ്റ് ദ കണ്ടീഷൻ I1 ഈക്വൽ ടു 0. ഓക്കെ, വിച്ച് ഈസ് ഓപ്പൺ സർക്യൂട്ട് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്, ദാറ്റ് ഈസ് 1 ബൈ Z22. അപ്പോൾ നമുക്ക് H11 കിട്ടി, H21 കിട്ടി. എങ്ങനെയാണ്? പോർട്ട് 2 നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു, V2 ഈക്വൽ ടു 0 ആയി, ആ രണ്ട് വാല്യൂ കിട്ടി. നെക്സ്റ്റ് പോർട്ട് 1 അത് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു, സോ I1 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് കിട്ടിയത് H12 ആൻഡ് H22. അപ്പോൾ 4 H പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്: H11, H21, H12 ആൻഡ് H22. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അപ്പോൾ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് വരുന്നതിൽ ഇമ്പിഡൻസ് നമുക്ക് കിട്ടി. ഏതാ? ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇമ്പിഡൻസ്, ദെൻ കറണ്ട് ഗെയിൻ ഉണ്ട്, വോൾട്ടേജ് ഗെയിൻ ഉണ്ട്, അഡ്മിറ്റൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ പാരാമീറ്റേഴ്സും അല്ലെങ്കിൽ എല്ലാ വാല്യൂസും ഇതിനകത്തുണ്ട്. സോ അതുകൊണ്ടാണ് ഇതിനെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇക്വലൻറ്റ് സർക്യൂട്ട് നമ്മൾ ഓൾറെഡി ഒരുപാട് പാരാമീറ്റേഴ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. രണ്ട് ഇക്വേഷനെ നമ്മൾ ഇക്വലൻറ്റ് സർക്യൂട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ V1 ഈക്വൽ ടു H1 I1. സോ H1 എന്ന് പറയുന്നൊരു ഇമ്പിഡൻസ് ഉണ്ട്, ദെൻ I1 അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട്, ദെൻ ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് H12 V2. ഓക്കെ, സോ V1ൻ്റെ കണ്ടീഷൻ കഴിഞ്ഞു. നെക്സ്റ്റ്
അപ്പോൾ I2 ഈക്വൽ ടു H21 I1 പ്ലസ് H22 ഇൻറ്റു V2. അത് നമ്മൾ കറണ്ടാണ് എഴുതുന്നത്. ഹൈബ്രിഡ് പാരാമീറ്റേഴ്സിൽ ഒന്ന് വോൾട്ടേജും ഒന്ന് കറണ്ടുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി? ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് കിട്ടി, അതിൻ്റെ ഇൻഡിവിജ്വൽ വാല്യൂസ് കിട്ടി, ദെൻ അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടും കിട്ടി. ഓക്കെ അപ്പോൾ നമ്മുടെ ഹൈബ്രിഡ് പാരാമീറ്റേഴ്സ് നോക്കി. നെക്സ്റ്റ് അതിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഫൈൻഡ് ദ എച്ച് പാരാമീറ്റേഴ്സ് ഓഫ് ദ നെറ്റ്വർക്ക്. അപ്പോൾ പോർട്ട് A ആൻഡ് പോർട്ട് B അതിനിടയ്ക്ക് ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. A കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I1 ആൻഡ് വോൾട്ടേജ് V1, B കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I2 ആൻഡ് V2. ഒരു 1 Ω ഉണ്ട്, ഒരു 2 Ω, ദെൻ ഒരു 2 Ω, ദെൻ ഒരു 4 Ω. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഫൈൻഡ് ദ H പാരാമീറ്റേഴ്സ്, അതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് H പാരാമീറ്റേഴ്സ് നമുക്ക് റിക്കളക്ട് ചെയ്യാം. H11 ഈക്വൽ ടു V1 ബൈ I1 അറ്റ് V2 ഈക്വൽ ടു 0. ദെൻ H21 ഈക്വൽ ടു I2 ബൈ I1 അറ്റ് V2 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ V2 ഈക്വൽ ടു 0യുടെ രണ്ട് കണ്ടീഷനായി, രണ്ട് വാല്യൂ ആയി. നെക്സ്റ്റ് I1 ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. H12 ഈക്വൽ ടു V1 ബൈ V2 അറ്റ് I1 ഈക്വൽ ടു 0. ദെൻ H22 ഈക്വൽ ടു I2 ബൈ V2 അറ്റ് I1 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ 4 H പാരാമീറ്റേഴ്സായി. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിൽ നിന്ന് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇഫ് പോർട്ട് B ഇസ് ഷോർട്ട് സർക്യൂട്ടഡ് എന്ന് പറയുമ്പോൾ V2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷനാണ്. അപ്പോൾ V2 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ആ B എന്ന പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള ഫിഗറാണ് ഈ വരച്ചേക്കുന്നത്. അതിൽ നമുക്ക് 4 Ω എന്ന് പറയുന്നത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. കാര്യം ആ 4 Ωൻ്റെ രണ്ട് ടെർമിനൽസാണ് നമ്മൾ ഷോർട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, സോ അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്നു. റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് എഴുതാം. നമുക്ക് V1 ഈക്വൽ ടു I1 ഇൻറ്റു Z ഇക്വലൻ്റ് എന്ന് എഴുതാം. കാര്യം എന്ന് പറഞ്ഞാൽ A പോർട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ഇമ്പിഡൻസ്, അതാണ് Z ഇക്വലൻ്റ്. ആ A പോർട്ടിൽ പാസ് ചെയ്യുന്ന കറണ്ടാണ് I1. സോ V1 ഈക്വൽ ടു I1 ഇൻറ്റു Z ഇക്വലൻ്റ്. ഓക്കെ, ഇനി നമുക്ക് Z ഇക്വലൻ്റ് കണ്ടുപിടിക്കാം. സോ നമുക്കറിയാം ഈ 2 and 2 4 നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 Ω and 2 Ω പാരലാണ്. സോ രണ്ട് 2 Ω പാരൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 Ω ആണ്. ദെൻ ആ 1 Ω നമ്മളെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള 1 Ω ആയിട്ട് സീരീസാണ്. സോ 1 Ω പ്ലസ് 1 Ω ഈക്വൽ ടു 2 Ω. സോ Z ഇക്വലൻ്റ് എന്ന് പറയുന്നത് 2 Ω എന്ന് കിട്ടി. സോ V1 ഈക്വൽ ടു 2I1 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്കിനിയിപ്പോൾ H പാരാമീറ്റേഴ്സിലേക്ക് പോകാം. H11 ഈക്വൽ ടു V1 ബൈ I1. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷനിൽ നിന്ന് നമുക്ക് V1 ബൈ I1 എന്ത് കിട്ടും? 2 Ω എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ H11 ഈക്വൽ ടു 2 Ω നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഇനി നമുക്ക് എഴുതേണ്ടത് I2 എന്ന് പറയുന്ന കറണ്ടാണ്. അപ്പോൾ കറണ്ട് ഡിവിഷൻ റൂൾ വഴി നമുക്ക് I2 എഴുതുമ്പോൾ നമുക്ക് എന്ത് പറ്റി? നമുക്ക് കിട്ടേണ്ട ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, നമ്മുടെ ഗിവൺ ഡയറക്ഷൻ തിരിച്ചാണ്. സോ -I2 എന്ന് എഴുതി. ഈക്വൽ ടു കറണ്ട് ഡിവിഷൻ റൂളാണ് 1I1 ഇൻറ്റു 2 Ω ഡിവൈഡഡ് ബൈ 2 + 2 എന്ന് വെച്ചാൽ കറണ്ട് ഡിവിഷൻ റൂൾ നമ്മൾ നോക്കിയാൽ മതി. ഏതാണോ റെസിസ്റ്റർ അതുവഴി ഉള്ള കറണ്ട് ഡിവൈഡഡ് ബൈ സം ഓഫ് റെസിസ്റ്റേഴ്സ്. സോ I1 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 2 + 2 ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ I2 ഈക്വൽ ടു -I1 ബൈ 2 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കേണ്ടത് സെക്കൻഡ് പാരാമീറ്റേഴ്സ് H21 ഈക്വൽ ടു I2 ബൈ I1 അറ്റ് V2 ഈക്വൽ ടു 0. അത് ഈ കണ്ടീഷനിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? H21 ഈക്വൽ ടു I2 ബൈ I1 വിച്ച് ഈസ് ഈക്വൽ ടു -1 ബൈ 2 എന്ന് കിട്ടി. സോ H11 2 Ω എന്ന് കിട്ടി, H21 -1 ബൈ 2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് വരുന്നത് പ്രോബ്ലം ഇല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്കത് മൈനസ് വന്നാലും പ്രോബ്ലം ഇല്ല. ഓക്കെ, നമുക്ക് മൈനസോ പ്ലസോ എന്ത് വേണോ വരാം, നമ്മൾ ആ ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് നമുക്ക് വാല്യൂസൊക്കെ മാറും. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് പോർട്ട് A ഈസ് ഓപ്പൺ സർക്യൂട്ടഡ് വിച്ച് മീൻസ് പോർട്ട് A ആണ്. സോ അവിടെ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 0. അപ്പോൾ I1 ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ആ കണ്ടീഷനിലുള്ള സർക്യൂട്ട് വരയ്ക്കുകയാണ്. സോ I1 ഈക്വൽ ടു 0, V1 ഉണ്ട്, 1 Ω 2 Ω 2 Ω ആൻഡ് 4 Ω എല്ലാം ഉണ്ട്. നമ്മൾ വേറെ ഒന്നും നമുക്ക് ഇതിനകത്ത് നെഗ്ലക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ നമുക്ക് I2 എന്ന് പറയുന്ന കറണ്ട് ആ ജംഗ്ഷനിൽ കൂടെ സ്പ്ലിറ്റ് ആകുമ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് ആയിട്ട് എഴുതാം. IX 4 Ω കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് IX, 2 Ω കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് IY. ഓക്കെ, സോ V1 ഈക്വൽ ടു IY ഇൻറ്റു 2 വെച്ചാൽ IY എന്നുള്ള കറണ്ട് 1 Ω കൂടെ പാസ് ചെയ്യുന്നില്ല, അവിടുത്തെ കറണ്ട് 0 ആണ്. സോ 2 Ω കൂടെയാണ് പാസ് ചെയ്യുന്നത്, അതിന് അക്രോസുള്ള വോൾട്ടേജാണ് V1. സോ V1 ഈക്വൽ ടു IY ഇൻറ്റു 2 Ω 2 എന്ന് നമുക്ക് എഴുതി. ഇനി IY നമുക്ക് എങ്ങനെ എഴുതാം? I2 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ I2 എന്ന് പറയുന്ന കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്, രണ്ട് സൈഡിലും 4 Ω ആണ് വരുന്നത്. 1 Ω നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, രണ്ട്
ബ്രാഞ്ചിലും 4 ഓം ആണ് വരുന്നത്. സോ ഈക്വലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ IY ഈക്വൽ ടു I2/2. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ V2 എങ്ങനെ എഴുതാം? IX × 4 എന്ന് എഴുതാം. ആ IXനെ I2/2 എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമുക്ക് H പാരാമീറ്റേഴ്സിലേക്ക് പോവുകയാണ്. H12 ഈക്വൽ ടു V1/V2. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിൽ നിന്ന് V1/V2 നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ V1 ഈക്വൽ ടു IY × 2 ആണ്. ആ IYയെ നമുക്ക് എങ്ങനെ എഴുതാം? I2/2 എന്ന് എഴുതാം. സോ V1 ഈക്വൽ ടു I2. ദെൻ V2 ഈക്വൽ ടു IX × 4 ആണ്. സോ IXനെ I2/2 എന്ന് നമുക്ക് എഴുതാം. സോ അത് ക്യാൻസൽ ചെയ്യുന്നു വരുന്നു 2I2 എന്ന് വരുന്നു. സോ I2/2I2 വിച്ച് ഇസ് ഈക്വൽ ടു 1/2. സോ H12 ഈക്വൽ ടു നമുക്ക് 1/2 എന്ന് കിട്ടി. ഇനി H22 വിച്ച് ഈസ് I2/V2. അപ്പോൾ നമുക്ക് V2ൻ്റെ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു. എന്ത് വരുന്നു? IX × 4. അതിന് നമ്മൾ I2/2 × 4 എന്ന് എഴുതി. അപ്പോൾ 2I2 എന്ന് കിട്ടി. സോ I2/2I2 അത് നമുക്ക് എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. സോ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ രണ്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് H11, H21, H12 ആൻഡ് H22 ഈ 4 വാല്യൂസ് നമുക്ക് കിട്ടി. ഓക്കെ.